ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭീമാപ്പള്ളിയെ പറ്റിയാണ്. ഇത് തിരുവനന്തപുരത്ത് പൂന്തറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിനടുത്തായിട്ടാണ് ഈ ഭീമാപ്പള്ളി. ഇത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും സർവ മതക്കാരും വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഭീമാപ്പള്ളി. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിക്കും, അതുപോലെ തന്നെ മാറാരോഗങ്ങൾ മാറും എന്നെല്ലാം ഈ വിശ്വാസികൾ വിശ്വസിക്കുന്നു. ഈ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരു അമ്മയും മോനുമാണ്. ഈ രണ്ടുപേരുടെ ഖബറാണ് ഈ ഭീമാപ്പള്ളി. അതിൽ ഉമ്മയുടെ പേര് ഭീമ ബീവി എന്നായിരുന്നു. ബീവിയുടെ മകന്റെ പേര് സെയ്ദ് മാഹിം അബൂബക്കർ എന്നായിരുന്നു. ഇവർ രണ്ടുപേരും അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയവർ. അതിൽ മകൻ നല്ലൊരു വൈദ്യരായിരുന്നു. പിന്നെ മതപ്രബോധനം ആയിരുന്നു ഇവരുടെ വേറൊരു ശാഖ. അപ്പോൾ ഇവര് ഇവിടെ വന്നത് ചികിത്സയും മതപ്രബോധനവുമായിട്ടാണ് ഇവര് ഈ മാഹി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം എത്തുന്നത്. അത് കഴിഞ്ഞ് അവർ കേരളം മൊത്തം സഞ്ചരിച്ചിട്ട് അവർ തിരുവനന്തപുരത്ത് തിരുവല്ലം എന്ന ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കും. അവിടെ അവർ സ്ഥിര താമസമാക്കുന്നു. അപ്പോൾ ഈ വൈദ്യരുടെ ചികിത്സയിൽ അസുഖങ്ങളൊക്കെ മാറുന്നു, അതുപോലെ തന്നെ മതപ്രഭാഷണങ്ങൾ കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ കുറേ പേരൊക്കെ മുസ്ലിം മതത്തിലോട്ട് കൺവെർട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. ഇതപ്പോൾ അവിടുത്തെ അന്ന് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ രാജാവിന് അത്ര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളെ പറഞ്ഞു വിട്ടു. അന്യ നാട്ടുകാർ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവർ കരം കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ഈ മകൻ ഹജ്ജിന് പോയിരിക്കുകയും, അപ്പോൾ വി ഉടനെ പറഞ്ഞ് ഇത് സൃഷ്ടികർത്താവിൻ്റെ സ്ഥലമാണ്, ഇതിന് ഞാൻ ആർക്കും കരം കൊടുക്കത്തില്ല, കൊടുക്കുകയാണെങ്കിൽ ഈ സൃഷ്ടികർത്താവിന് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ആദ്യം മടക്കിയ. അത് കഴിഞ്ഞ് ഈ മകൻ തിരിച്ചു വരുമ്പോൾ ഈ രാജാവിൻ്റെ ആളുകൾ ഇതുപോലെ തന്നെ വന്ന് പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ നാട് വിട്ട് പോകണം, അല്ലെങ്കിൽ കരം അടക്കണം. അപ്പോൾ കരം അടക്കത്തില്ലെന്ന് ആയി ഇവര്. അങ്ങനെ അത് യുദ്ധത്തിലെത്തുന്നു. അവസാനം ഈ മകൻ്റെ അനുയായികളും മകനും മരിക്കുന്നു. മകൻ മരിച്ച് 40-ാമത്തെ ദിവസം ഈ ബീവിയും മരിക്കുന്നു. ഈ രണ്ടുപേരുടെയും ഖബറാണ് ഈ ഭീമാപ്പള്ളിയുടെ അകത്ത് ഉള്ളത്. ഈ രണ്ടുപേർക്കും വേറെ ഒരു ഇതെന്ന് പറയണത് പ്രവാചകന്റെ കുടുംബ പരമ്പരയുമായിട്ട് ബന്ധമുള്ള രണ്ടുപേരാണ് ഈ ബീവിയും മോനും. അപ്പോൾ ഈ ബീവിയുടെയും മോൻ്റെയും ആത്മാവ് ഇവിടെ ഉണ്ടെന്നും ഇവിടെ വന്ന് തീർത്ഥാടനം നടത്തിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചകളൊക്കെ നടത്തിയാലും ഇവരുടെ അസുഖങ്ങളൊക്കെ മാറും, ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കും എന്നാണ് ഈ വിശ്വാസികളുടെ വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം ഉറൂസ് അല്ലെങ്കിൽ ചന്ദനക്കുട മഹോത്സവം. ഇത് ഈ ബീവിയുടെയും മോൻ്റെയും ചരമവാർഷികമായിട്ടാണ് ഇവരിവിടെ കൊണ്ടാടുന്നത്. അപ്പോൾ ആ ദിവസം ഭയങ്കര ആളുകളൊക്കെ അവിടെ തടിച്ചു കൂടും. ഇത് ഏകദേശം 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹോത്സവം തന്നെയാണ്. പിന്നെ അവിടുത്തെ വേറൊരു ആകർഷണം എന്ന് പറയുന്നത് ഒരു മരുന്ന് കിണറാണ്. ഈ മരുന്ന് കിണറിൽ നമ്മൾക്ക് ആ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ മാറാരോഗങ്ങളും മാറും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ സ്ത്രീകൾക്കും മറ്റേ സൈഡിൽ ആണുങ്ങൾക്കും. അപ്പോൾ ഇത് 2 കിണറുകളാണ്. 2 സൈഡിലും മതിലിനപ്പുറത്തും ഇപ്പുറത്തും 2 കിണറുകൾ വീതമുണ്ട്. അതിൽ നിന്ന് വെള്ളം കോരി നമുക്ക് കുളിക്കാവുന്ന, കുളിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടുത്തെ വഴിപാടുകളാണ്. കുത്തുവിളക്ക്, എണ്ണ, പട്ട്, പൂ, തിരി,
ഈ 2 ഖബറുകൾ കൂടാതെ ഇവിടെ കല്ലടി ബാവ എന്ന് പറയുന്ന ഒരു സിദ്ധന്റെ ഖബർ കൂടി ഇവിടെ ഉണ്ട്. അതാണ് ഈ കാണുന്നത്. 2009 മെയ് 17 ഈ ഭാഗത്ത് ഒരു വലിയ വെടിവയ്പ് നടന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തരം. അതിൽ ഏകദേശം 6 പേര് മരിക്കുകയും 50 പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ വെടിവയ്പ്പാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ചന്ദനക്കുട നേർച്ച അല്ലെങ്കിൽ ഉറൂസ് ഇതെല്ലാം പങ്കെടുക്കാൻ എല്ലാ വർഷവും വരുന്ന ആളുകളും ഉണ്ട്. അത്രയ്ക്ക് വിശ്വാസമാണ് ഇവിടെ ഈ പള്ളിയെപ്പറ്റി. അപ്പോൾ ഭീമാ പള്ളിയെപ്പറ്റി ചെറുതായിട്ട് പറയാൻ ഇത്രയൊക്കെ ഉള്ളു. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.